ഹായ് ഹലോ. അപ്പോൾ സാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആദിമോൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണെന്ന്. അവനെ നമ്മൾ സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇവിടെ അടുത്തല്ല കേട്ടോ ചേർത്തുന്നത്, അതായത് ചെട്ടിയാണത് ഈ ഭാഗത്തല്ല, ഏട്ടൻ്റെ ഭാഗത്തല്ല ചേർത്തുന്നത്, തിരൂർ ഭാഗത്താണ്, ഫാത്തിമാതയിലാണ് ഞങ്ങൾ ചേർത്തുന്നത്. കുറേ നമ്മൾ നോക്കി കടംവാലിയിലും വിദ്യാനികേതനിലും അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ നമുക്ക് ഒക്കണില്ല. അപ്പോൾ കാരണം എന്തായാലും തിരൂരിൽ നിന്ന് എളുപ്പമല്ലേ രണ്ടോടത്തേക്ക്, ഇവിടെ നിന്നാണെങ്കിലും ബുദ്ധിമുട്ടില്ല പോകാൻ, വീട്ടിൽ നിന്നാണെങ്കിലും ബുദ്ധിമുട്ടില്ല പോകാൻ. അപ്പോൾ രണ്ടും നോക്കിയപ്പോൾ നമുക്ക് അവിടെ ആണ് ബെറ്റർ എന്ന് തോന്നി, അങ്ങനെയാണ് നമ്മളവിടെ ആക്കിയത്. അങ്ങനെ നമ്മൾ തിരൂരെത്തിട്ടോ. തിരൂരെത്തിയിട്ട് അവൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ഫോട്ടോ കോപ്പി എടുക്കാണ്ടായിരുന്നു. ആധാർ കാർഡ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊടുത്തപ്പോഴും അവർ പറഞ്ഞ് ആധാർ കാർഡ് എൻ്റെ ആധാർ കാർഡ് ഇവിടേക്ക് ആക്കണം, അതാക്കിയിട്ടേ അവന് ആധാർ കാർഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയും അച്ഛനോട് താഴെപ്പാലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരെ കണ്ട് അവരായിട്ട് വർത്തമാനം പറഞ്ഞ ശിഥില ചേച്ചീൻ്റെ മോളെ അവിടെ തന്നെ ചേർത്തണം, രണ്ടാളെ ഒരു ക്ലാസ്സിലാക്കാച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അവർ കണ്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. പിന്നെ അവൻ അന്നാരയ്ക്ക് പോകണം, അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ താഴെപ്പാലത്തുനിന്ന്, അല്ല വീട്ടിൽ നിന്ന് താഴെപ്പാലത്തേക്ക്. അങ്ങനെ ശിഥിലേശി അഭിയേട്ടനും മോളും കൂടി വന്ന് ഓരോ മോളെയും ചേർത്താനുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. സ്കൂളിലെത്തിയപ്പോൾ സ്കൂൾ കാണിച്ചത് ഞങ്ങൾ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഫാത്തിമാതയിലേക്ക് ഇഷ്ടമായിരുന്നു ഫാത്തിമാതയിൽ ചേർത്താൻ. പിന്നെ നമ്മൾ ഇവിടെ ആവുമ്പോൾ പിന്നെ ഇവിടെയുള്ള ഏരിയ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ, അവിടെ ചേർത്താച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏറ്റവും ബെറ്ററായി തോന്നി നമുക്ക് ഫാത്തിമാതിയാണ്. അപ്പോൾ പിന്നെ അവിടെ തന്നെ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. അതാണ് പാറു. സ്കൂളിൽ എന്താ പറയുക, വലിയ ക്ലാസ്സിലെ കുട്ടികൾ ഈ ഭാഗത്തല്ല, അതുകൊണ്ട് LKG UKGൻ്റെ സെക്ഷൻ മാത്രമാണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് അവനെ ചേർത്താൻ പോയി. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, നമ്മളാണ് ഫസ്റ്റ് എത്തിയത് കേട്ടോ. പക്ഷേ അഡ്മിഷൻ്റെ സ്ഥലം വേറെ ആയിരുന്നു. അപ്പോൾ പിന്നെയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പം അതിന് മുന്നേ അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വന്ന ആൾക്കാർ അങ്ങനെ പോയിട്ട് അങ്ങനെ എടുക്കുകയാണ്. അവർ കുറേ സംസാരിക്കും, ഫോം ഫില്ല് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ആദ്യമോൻ അവിടെ കണ്ട് മീൻ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അവരങ്ങോട്ട് വിളിച്ചു കേട്ടോ, മേലേക്ക് വിളിച്ചു, അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും ഏട്ടനും ആദ്യം കൂടിയാണ് വീട്ടിൽ നിന്ന് പോയത്. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കുട്ടിയും കൂടിയാണ് കേട്ടോ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊരു മോനുണ്ട്, മോനും ഫാത്തിമാത തന്നെയാണ്. അങ്ങനെ ഇതാണ് സ്കൂൾ കേട്ടോ. UKG LKG മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സെക്ഷനിൽ. പിന്നെ ചേർത്തുന്ന ഭാഗമാണ് കേട്ടോ, അത് അഡ്മിഷൻ എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെന്താ പറയുക, അപ്പോൾ ടീച്ചേഴ്സ് വന്നിട്ടില്ല, അഡ്മിഷൻ എടുക്കാനുള്ള ടീച്ചേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അഡ്മിഷൻ എടുക്കാനുള്ള ടീച്ചർ വന്നിട്ടോ, നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ചേച്ചി പോയി, ഓള് പോയതിന് ശേഷം ഞാൻ പോയി. അവിടെ പോയിട്ട് അവൻ സംസാരിക്കുകയല്ല, അവന് മിണ്ടല്ല, അത് പേര് ചോദിച്ചിട്ട് പറയില്ല, എലിഫൻ്റ് എന്താ മങ്കി എന്താ ചോദിച്ചൊന്നും പറയില്ല. സംസാരിക്കാത്ത കുട്ടികൾ അവർ അഡ്മിഷൻ എടുക്കൂല പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുക, അവർ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിട്ട് അവൻ്റെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കണം, അല്ലാതെ അവർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഇതില്ല പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് എലിഫൻ്റ് എന്താ, കേട്ടെന്താ, ഡോഗ് എന്താ, പൂച്ച എന്താ അങ്ങനെ ചോദിച്ച് എന്തൊക്കെയോ ഒരു വീഡിയോ എടുത്ത്. അങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. ടീച്ചറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ടാണ് അവർ നമുക്ക് ഫോം തരും. ഫോം നമ്മളെല്ലാ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. വീട്ടിൽ നിന്ന് വായ തോരാത്ത പിന്നെ വീട്ടിൽ സംസാരിക്കുന്ന കുട്ടി സ്കൂളിലെത്തിയപ്പോൾ സംസാരിക്കില്ല, ടീച്ചറോട് സംസാരിക്കില്ല, നമ്മളോട് സംസാരിക്കില്ല, അങ്ങനെ കേട്ടോ. കുട്ടികളെല്ലാവരും അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ 2-3 കുട്ടികൾ അങ്ങനെ തീരെ സംസാരിക്കില്ലായിരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി, ടീച്ചറുടെ അടുത്ത് പോയി, അവർ ഫോം വന്നു. അങ്ങനെ ഞങ്ങൾ ഫോം ഫില്ല് ചെയ്യണം, ഫോട്ടോ ഒക്കെ ഒട്ടിക്കാണ്ട്. പിന്നെ ഇനി മെയ്യിൽ നമുക്ക് ബുക്ക് വാങ്ങാനും യൂണിഫോം അങ്ങനത്തേനൊക്കെ അവർ വിളിക്കും. നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് പോവുക, പേര് എഴുതുക, കാര്യങ്ങൾ കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ ചില സ്കൂളിലൊക്കെ എക്സാമൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ എടുക്കണം. നമുക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ അവർ വെച്ച് ചേർത്താൻ പറ്റില്ലെന്ന്. അങ്ങനെ ചേർത്തിയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടേജാണ് കേട്ടത്.
അപ്പോൾ ഇനി ജൂൺ 1 ആദ്യമോനെ ഈ സ്കൂളിലേക്കാണ് പോവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്